ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മിശിഹായുടെ മാമോദീസായെ അനുസ്മരിക്കുന്ന ദനഹ തിരുനാളിനോടനുബന്ധിച്ച് സഭാസമൂഹം ആരാധനാക്രമപരമായി ദനഹ കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈസ്റ്ററിന് മുൻപ് 7 ആഴ്ചകളായി ആചരിക്കുന്ന നോമ്പുകാലം ആരംഭിക്കുന്നതിന് മുൻപോട്ട് ദനഹ തിരുനാൾ വരെയുള്ള ആഴ്ചകളാണ് ദനഹ കാലമായി ആചരിക്കുന്നത്. അതിനാൽ തന്നെ ഈസ്റ്റർ ആചരിക്കുന്ന ദിവസമനുസരിച്ച് ദനഹ കാലത്ത് ആഴ്ചകൾ കൂടിയും കുറഞ്ഞും വരും. ഈ വർഷം ഈസ്റ്റർ താമസിച്ചായതുകൊണ്ട് ദനഹ കാലത്ത് 8 ആഴ്ചകൾ ഉണ്ടാകും. ഇന്ന് മിശിഹായുടെ പരസ്യജീവിതത്തിന്റെ ആരംഭമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. മിശിഹ സമഗ്ര വിമോചകനാണ് എന്ന സന്ദേശമാണ് ആദ്യ ഞായറാഴ്ചത്തെ തിരുവചന ഭാഗങ്ങളിലൂടെ നാം ധ്യാനിക്കുന്നത്. ഇന്നത്തെ പഴയ നിയമ വായനകൾ വിമോചനത്തിന്റെ സന്ദേശം നൽകുന്നതാണ്. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ വിമോചിപ്പിക്കുന്നതിനു വേണ്ടി മൂശയെ വിളിക്കുന്നതിനും നിയോഗിക്കുന്നതിനുമായി ഇറങ്ങി വന്ന കർത്താവിന്റെ വചനമാണ് നാം കേൾക്കുന്നത്. ജനത്തിന്റെ രോദനം കേട്ട് അവരെ വിമോചിപ്പിക്കുവാൻ വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി അത് മോശയിലൂടെ നിറവേറ്റുന്നതിനു വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവിനെ നമുക്ക് ദർശിക്കാനാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള 2ാമത്തെ പ്രഘോഷണത്തിൽ ബാബിലോണിയൻ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ വിമോചിപ്പിക്കുന്നതിനുള്ള ദൈവിക പദ്ധതിയാണ് കാണുന്നത്. സൈറസിനെ വിളിച്ച് ദൈവം നിയോഗിക്കുന്നു. സൈറസിലൂടെയും മൂശയിലൂടെയും പ്രവർത്തിക്കുന്നത് ദൈവമായ കർത്താവ് തന്നെയാണ്. അവിടുന്ന് അവർക്ക് മുൻപേ പോയി എല്ലാം ക്രമപ്പെടുത്തുന്നു എന്നും അവിടുന്ന് അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും കർത്താവ് ഉറപ്പ് നൽകുന്നു. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ ഗ്രന്ഥകർത്താവ് പറയുന്നത് മൂശയുടെ ദൗത്യത്തെക്കാൾ ശ്രേഷ്ഠമായതാണ് മിശിഹായിലൂടെ നിറവേറിയത്. മൂശ ഭവനത്തിൽ ഭൃത്യനെ പോലെയാണ് എങ്കിൽ മിശിഹ പുത്രനാണ്. മിശിഹായിലൂടെയാണ് സമഗ്ര വിമോചനം സാധ്യമാകുന്നത് എന്ന് സുവിശേഷം പങ്കുവെക്കുന്നു. സമഗ്ര വിമോചകനായ മിശിഹായെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നതും പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. യെശയ്യായുടെ പുസ്തകം 61-ാം അധ്യായം 1-2 വചനങ്ങളാണ് തന്റെ ദൗത്യം ആരംഭിച്ചുകൊണ്ട് മിശിഹ പ്രസംഗിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-2 വചനങ്ങളാണ് തന്റെ ദൗത്യം ആരംഭിച്ചുകൊണ്ട് മിശിഹ പ്രസംഗിക്കുന്നത്. ബാബിലോണിയൻ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വരുന്നവരോടാണ് യെശയ്യാ പ്രവചനം നടത്തുന്നത്. അടിമത്തത്തിന് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും മതപരവുമായ മാനങ്ങളുണ്ട്. വിമോചനം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തിന്റെ പുനർലബ്ധിയാണ്. നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം തിരിച്ചു നൽകുന്നതിന് വേണ്ടി സമഗ്ര വിമോചകൻ വരുമെന്ന യെശയ്യായുടെ പ്രവചനം തന്നിൽ പൂർത്തിയാകുന്നുവെന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തകർന്നടിഞ്ഞ ദൈവമനുഷ്യ ബന്ധങ്ങളുടെ പുനഃസൃഷ്ടിക്കായി അയക്കപ്പെട്ടവനാണ് താനെന്ന അവബോധം മിശിഹായ്ക്കുണ്ടായിരുന്നു. അതിനാൽ സമഗ്ര വിമോചകനായിട്ടാണ് ഇസ്രായേൽക്കാരുടെ മുൻപിൽ മിശിഹ പ്രത്യക്ഷപ്പെടുന്നത്. മിശിഹായുടെ സമഗ്ര വിമോചന ദൗത്യം ദരിദ്രർക്ക് സുവിശേഷം എന്ന വചനത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ദരിദ്രൻ എന്നതിന് ഈശോ ഉപയോഗിക്കുന്ന വാക്ക് അനവീം എന്നാണ്. ഏതെങ്കിലും വിധത്തിൽ പരാധീനത അനുഭവിക്കുന്നവർ, ശാരീരികമോ മാനസികമോ ആത്മീയമോ സാമ്പത്തികമോ ആയി ഏതെങ്കിലും വിധത്തിൽ പരാധീനത അനുഭവിക്കുന്നവരെയാണ് ദരിദ്രർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിച്ചതിലൂടെ ഈശോ സാർവത്രിക രക്ഷയാണ് പ്രഘോഷിച്ചത്. ലൂക്കായുടെ സുവിശേഷത്തിൽ ദരിദ്രരെ പ്രധാനമായും 4 ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ഒന്നാമതായി സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരാണ് അടുത്ത ഗണം. 3ാമത്തെ ഗണം സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരാണ്. 4ാമത്തെ ഗണമാകട്ടെ അഹംഭാവം വെടിഞ്ഞ് തനിക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് കരുതുന്ന ആത്മാവിൽ ദരിദ്രരായവർ. ഇപ്രകാരമുള്ളവരൊക്കെയായിരുന്നു ഈശോയുടെ കാഴ്ചപ്പാടിൽ ദരിദ്രർ. ഏറ്റവും ആദ്യം ഏറ്റവും വേദന അനുഭവിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മനോഭാവമാണ് ഈശോയ്ക്കുള്ളത്. അതിനാൽ തന്നെ ഈശോയുടെ പ്രവർത്തനം
പാവപ്പെട്ടവരോട് പക്ഷം ചേരുന്നതാണ്. യാതന അനുഭവിക്കുന്നവരുടെ യാതന മാറ്റുകയാണ് അവരെ സംബന്ധിച്ച് സുവിശേഷം. അതിനാൽ അന്ധന് കാഴ്ച നൽകി, വിശക്കുന്നവന് അപ്പം നൽകി, മുടന്തനെ സുഖപ്പെടുത്തി, ആത്മീയ അന്ധത ബാധിച്ച് ദൈവത്തിൽ നിന്നും അകന്നുപോയവർക്ക് ആത്മീയ ചൈതന്യം പകർന്നു നൽകി ഈശോ തന്നെ സുവിശേഷമാക്കി തീർത്തു. മിശിഹായുടെ ഈ ദൗത്യം തുടർന്നു കൊണ്ടുപോകുവാൻ പ്രത്യേകം വിളിക്കപ്പെട്ടവർ എന്ന നിലയിൽ ഓരോ ക്രിസ്തു ശിഷ്യനും സമഗ്ര വിമോചകനാകേണ്ട ദൗത്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഭാ പ്രവർത്തനങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ഒതുങ്ങി നിർത്താവുന്നതല്ല. ആധ്യാത്മികതയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സാമൂഹിക വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് സഭ സമഗ്ര വിമോചകയായിത്തീരുന്നത്. സഭയുടെ സാമൂഹിക പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥാനം ഇവിടെയാണ് അർത്ഥവത്താകുന്നത്. സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്നവർക്കൊപ്പം നിൽക്കുവാനും സാമ്പത്തികമായി പിൻനിരയിൽ നിൽക്കുന്നവർക്ക് തുണയാകുവാനും മിശിഹായുടെ ദൗത്യം പേറുന്ന ഓരോ ക്രിസ്ത്യാനിക്കും കടമയുണ്ട്. കുടുംബസഹായ നിധി, മിഷൻ സഹായം, വിവാഹ സഹായ നിധി, രോഗചികിത്സ, വിദ്യാഭ്യാസ സഹായം എന്നിങ്ങനെ വിവിധ ശുശ്രൂഷകളിലൂടെ ഈ സമഗ്ര വിമോചന ദൗത്യത്തിൽ പങ്കാളികളാവുകയാണ് നാം ചെയ്യുന്നത്. മിശിഹായുടെ അനുയായികളുടെ പ്രവർത്തനങ്ങൾ ആത്മീയതയിൽ മാത്രം ഒതുക്കി നിർത്താവുന്നതല്ല, മറിച്ച് ആത്മീയതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സാമൂഹിക വളർച്ചയ്ക്കായി പ്രയത്നിക്കേണ്ടതാണ്. മിശിഹ ആത്മാവിൽ നിറഞ്ഞ് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതായി തിരുവചനം പറയുന്നു. നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ദൈവാരൂപിയാൽ പ്രേരിതമായിരിക്കണം. നമ്മുടെ മഹിമയോ നേട്ടമോ ആയിരിക്കരുത്, മറിച്ച് ക്രിസ്തീയ സാഹോദര്യമായിരിക്കണം നമ്മുടെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ പ്രേരക ശക്തി. ഇപ്രകാരം നമ്മുടെ പ്രവർത്തനങ്ങളെ ആത്മീയവത്കരിക്കുവാൻ സാധിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ മിശിഹായുടെ അനുയായികളായിത്തീരുന്നത്. മിശിഹ നമ്മിലൂടെ ലോകത്തിന് പ്രത്യക്ഷപ്പെടുന്നത്. ഈ ദഹനകാലത്ത് നമ്മുടെ പ്രവൃത്തികളിലൂടെ മിശിഹായെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.